ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് അത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഫുള്ള് സഫാരിയിൽ ബിസി ആയിരുന്നു. അപ്പോൾ അവിടെ ചെയ്യണ പ്രോഗ്രാമും അവിടെ ചെയ്യണ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ അതിൽ ഭയങ്കരമായിട്ട് മുഴുകിയിട്ട് പ്രോഗ്രാം ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ചാനലിനെ പറ്റി മറന്നുപോയി. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ഇല്ലേ, ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു റൂമും കണ്ടോ, സോഫയും സെറ്റപ്പൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് കുറച്ച് കഥ പറയാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ട്രാവൽ റിലേറ്റഡ് ചാനലല്ലേ, അപ്പോൾ എങ്ങനെ ഇപ്പോൾ ട്രാവൽ അല്ലാത്തൊരു കഥ പറയുക. ഇപ്പോൾ ഒരു എന്ത് കഥ പറയുന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഞാൻ 2019 ഞാൻ എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗുലാബ്ക, ഞങ്ങൾ ഫാമിലിയായിട്ട് ക്രോസ് കൺട്രി ഡ്രൈവാണ്. അതായത് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോവാം. ഞാൻ UAE നിന്ന് ഒമാനിക്കാണ് പോയത്. UAE നിന്ന് ഒമാനിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെല്ലാം കുറച്ച് നോർമൽ പോലെയാണ്. കാരണം എല്ലാവരും യാത്രയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണമല്ലേ. പക്ഷെ ഈ ഒരു യാത്രൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ കുറേ പണി കിട്ടിയിരുന്നു. പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല, എന്നാലും നൈസ് പണികൾ ഒരു 2-3 കിട്ടിയിരുന്നു. ഈ നൈസ് പണി കിട്ടാനുള്ള കാരണം നമ്മളെല്ലാവരും യൂസ് ചെയ്യണ ഗൂഗിൾ മാപ്പ് തന്നെയാണ്, വേറൊന്നുമല്ല. ഗൂഗിൾ മാപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ പണി കിട്ടി. അപ്പോൾ ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 2019 UAE നാഷണൽ ഡേയുടെ സമയത്താണ്. അപ്പോൾ നമുക്കൊരു 3-4 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടും. അപ്പോൾ ഞാനും ഗുലാബും കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ലോങ് ട്രിപ്പ് എങ്ങോട്ട് പോകുമെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും 3-4 ദിവസം ഉണ്ടല്ലോ. ഇങ്ങനെ UAE ചെറിയ രാജ്യത്ത് നമുക്ക് അധികം 3-4 ദിവസം ഒന്നും കറങ്ങാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ഒരു വേറെ രാജ്യത്തേക്ക് വണ്ടി ഓടിച്ച് പോകാമെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഒമാൻ സെലക്ട് ചെയ്യണം. ഒമാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ UAE റെസിഡൻ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള വിസ എടുക്കാനും എളുപ്പമാണ്. നമുക്ക് ബോർഡർ പോയി കഴിഞ്ഞാൽ 50 dirhams കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വിസ കിട്ടും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു. ഞാൻ ഈ വിസ എടുത്ത്, കാരണം ഇനി ബോർഡർ പോയി തിരക്കപ്പെട്ടിട്ട് ഈ നാഷണലായിക്കല്ല, അപ്പോൾ കുറേ തിരക്കുണ്ടാവും, വണ്ടികളിൽ നിന്നൊക്കെ റഷാവും വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഈ വിസ എടുത്തു. നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സമയത്ത് തന്നെ കിട്ടും. അപ്പം നമുക്ക് UAE നിന്ന് ഒമാനിക്ക് മെയിൻലി പോണത്, എല്ലാവരും പോണ 3 ബോർഡേഴ്സ് ഒന്നുള്ളത് ഞാൻ പറഞ്ഞത് മസ്കറ്റിക്കാണ് കേട്ടോ. ഒമാന് വേറൊരു ഒമാൻ്റെ അപ്പുറത്തൊരു തസ്ലീമിൻ്റെ അപ്പുറത്തൊരു ഒമാൻ്റെ പീസ് കിടക്കുന്നുണ്ട്, അതല്ല പറയുന്നത്. മസ്കറ്റിലേക്ക് പോകണ മെയിനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന 3 ബോർഡർ എന്ന് പറയുന്നത്, ഒന്ന് ബുറൈമി ബോർഡർ ഉണ്ട് അല്ലൈനിൽ, പിന്നെ ഒരു മെസിയാദ് ബോർഡർ ഉണ്ട്, പിന്നെ ഉള്ളത് ദുബായ് ഹത്ത ബോർഡറാണ്. അപ്പോൾ എൻ്റെ റൂം ഷാർജയിലാണ്. അപ്പോൾ നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് ഷാർജയിൽ നിന്നാണ്. ഷാർജയിൽ നിന്ന് ഞാൻ പോയി ഗുലാബ് ഖാനെ എടുത്തു, അബുദാബി പോയി എടുത്തിട്ട് അബുദാബി ടു അല്ലൈൻ ഒരു അടിപൊളി ഡ്രൈവ്, അതായത് 160 km/h ഓടിച്ച് അല്ലൈനിലെത്തി. അല്ലൈൻ എത്താനാകുമ്പോൾ തന്നെ അല്ലൈനത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള UAE-നായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. കാരണം ഫുൾ മലകളും ഫുൾ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലൈൻ. അപ്പോൾ അല്ലൈനിൽ കൂടെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര, നമ്മൾ അത്രയും കാലം ഫുള്ള് മരുഭൂമിയിൽ നിന്നിട്ട് പെട്ടെന്നൊരു പച്ചപ്പ് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര. അങ്ങനെ നമ്മൾ അല്ലൈനിൽ നിന്ന് മെസിയദ് പറഞ്ഞിട്ടുള്ളൊരു ബോർഡർ വഴിയാണ് ഒമാനിക്ക് കിടക്കുന്നത്. അപ്പോൾ മെസിയദ് ബോർഡർ എത്തി നമ്മൾ ആ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ അവിടെ കുറച്ച് പണി കിട്ടി. അതായത് പണിയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണല്ലോ വിസ എടുത്തിട്ട് വന്നത് എല്ലാവർക്കും. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം, അത് നമുക്ക് ചെക്ക് പോസ്റ്റിലേ കിട്ടുള്ളൂ. അപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ വിസ എടുത്തവരൊക്കെ ഒരു സൈഡിൽ മാറ്റി എടുത്തിട്ട് അവിടെ വന്ന ആൾക്കാർക്കൊക്കെ ഈ പെട്ടെന്ന് ഇങ്ങനെ ബോർഡർ ക്രോസ് ചെയ്യാനുള്ള വിസ കൊടുത്ത് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ നിന്ന് നമ്മൾ അവിടെ നിന്ന് പോസ്റ്റായി പോയി. അധികം നേരം പോസ്റ്റ് ആയിട്ടില്ലൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ അപ്പോൾ അവിടെ നിന്ന് വിചാരിച്ചു, ചേടാ എന്നാൽ നമുക്ക് ഇവിടെ വന്നിട്ട് എടുത്തിരുന്നെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് പോകുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മളൊരു 100 dirhams എന്നിട്ട് ഒരു വണ്ടിക്കുള്ളൊരു ഇൻഷുറൻസ് എടുത്തിട്ട് ഞങ്ങൾ ഒമാനിക്ക് കിടന്നു. ഒമാനിക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കിടന്നിങ്ങോട്ട് ചെല്ലുമ്പോൾ വെൽക്കം ടു ഒമാൻ, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കാണാം. അവിടെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കാലി സ്ഥലം, 2 സൈഡും മലകളായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലം. വലിയ കാര്യമായിട്ട് വണ്ടികളില്ല. ഈ ഒരു ബോർഡറിൽ ഭയങ്കര തിരക്കില്ലാത്തൊരു ബോർഡറുണ്ട്, മെസിയദ് ബോർഡർ. അപ്പോൾ ആ വലിയ വണ്ടികളില്ല, ഒന്നുമില്ല, ഇങ്ങനെ കാലടിച്ചിങ്ങനെ പോവുക. നമ്മളൊരു ഉച്ച സമയത്ത് എന്താണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങിയിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും കയറിയിട്ട് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ
ഇതിങ്ങനെ പരന്ന് കിടക്കല്ലേ ഒന്നുമില്ലാതെ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോയി നമുക്ക് വഴിയിലൊരു പാകിസ്ഥാനി ഹോട്ടൽ കിട്ടി. ഇപ്പോൾ തൽക്കാലം ഒന്ന് അവിടെ കയറി കഴിക്കാൻ വെച്ചിട്ട് അവിടെ കയറിയിട്ട് പാകിസ്ഥാനി ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ റൊട്ടി കഴിക്കുക അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുക, അതേ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് ബിരിയാണിയും പിന്നെ റൊട്ടിയൊക്കെ ഓർഡർ ചെയ്ത് വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും വിശപ്പിൻ്റെ അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായി കഴിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇപ്പം നമ്മളിപ്പോൾ പോണത് മസ്കറ്റിക്കല്ല, നമ്മൾ ഫസ്റ്റ് പോണത് നിസ്വ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ നിസ്വ വരെ നമ്മുടെ ഈ റൂട്ടിൽ എന്തൊക്കെ അട്രാക്ഷൻസ് ഉണ്ട് എന്ന് ഞങ്ങൾ ആദ്യം ഈ പോണ വഴിക്ക് ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടി ഫസ്റ്റ് നമ്മൾ പോണ വഴിക്ക് ഫസ്റ്റ് കിട്ടിയ അട്രാക്ഷനാണ് ബീഹൈവ് ടോംബ് എന്ന് പറഞ്ഞുള്ള സംഭവം. ഈ ബീഹൈവ് ടോംബ് എന്ന് പറഞ്ഞ സംഭവം ഗൂഗിൾ അടിച്ചിട്ട് ഗൂഗിൾ മാപ്പ് നമ്മളെ വട്ടം ചുറ്റിച്ചിട്ട് ഇത് ഏതോ ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് എത്തിച്ചു. ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി എത്തിച്ചിട്ട് അന്ന് ഞാൻ വ്ളോഗൊന്നും ചെയ്യണില്ല, പക്ഷേ ഈ വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അൽ ഐൻ ബീഹൈവ് പറഞ്ഞുള്ള സംഭവം തപ്പി ഇറങ്ങിയതാണ്. വന്ന് ലാസ്റ്റ് വഴി തെറ്റി. ഇനിയിപ്പോൾ എവിടെ എത്തുന്നു ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയിട്ട് വരാം. അവിടെ ഇരുന്നോട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റണത് പഴയതരം ബിൽഡിങ്ങുകൾ കുറേ ഉണ്ട് അല്ലേ? പഴയതരം ബിൽഡിങ് കുറേ ഉണ്ട്. ഇതുവരെ വഴി വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇത് സേഫാണോ? ലൊക്കേഷനിൽ റോഡ് എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മളേതോ ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് കയറി പോകുന്നുണ്ട്. ഇവിടുന്ന് ആരും ഇല്ല ഉണ്ട് കേട്ടോ, ആൾക്കാരുണ്ടല്ലോ. ഗൂഗിൾ മാപ്പ് നല്ല പണിയായിരുന്നു കേട്ടോ, ഒമാനിൽ പോരട്ടോ ഗൂഗിൾ മാപ്പ്. ഹിന്ദി മാലും മാഫി മാലും. هذا مني طريق تعال شوف هذا طريق مني رجع سيارة مني هذا كار مني سيدة بعدين شوف هذا شوف هذا مسجد هذا مسجد هذا مسجد اوكي ايوه خلي مني سيارة شوف هذا مني اوكي معلوم هذا سيارة ايوه مني تعال اوكي تعال. هذا مني شوف هذا جبل ها اطوف اوكي روح منك شوف منك موجود عربي അറിയാത്ത അവൻ്റെ തന്നെ. ബീഹൈവ് അതെ വാക്കിംഗ് اوكي سيارة يجي مني اذا ما في يجي سيارة ما سيارة. شوف هذا سيارة مني دور اوكي تمام يلا شكرا. എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഒരു വട്ടം നമ്മൾ വഴി അന്വേഷിച്ചിട്ട് ഇതാ പോകുന്നു, ഫാമിലിയായിട്ട് നടന്നു. വഴി അറിയാത്ത ഗുലു ഫ്രണ്ടിൽ നയിക്കുന്നുണ്ട്. ഗുലു എങ്ങോട്ടാ പോണ്ട്? അതാണ് ഇത് വാദി അലൈൻ. ഇതുവരെ വാദി അലൈനിൽ നമ്മൾ ബീഹൈവ് ടോംബ് കാണാം. അധികം ആർക്കും പരിചയമില്ലാത്ത സ്ഥലമാണ്, പക്ഷെ വളരെ ഇവിടെ നമ്മൾ മാത്രമേ സ്ഥലമാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒമാൻ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം. വണ്ടി കൊണ്ടില്ല. ആ റോഡ് കാൾ പറഞ്ഞേ ഇതൊന്നും മനസ്സിലാവാത്തോണ്ട് പിന്നെ അധികം വെള്ളം എടുത്തോ. നല്ല അരുവികൾ ഇതുവരെ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഗൂഗിള് പറ്റിക്കുന്നു. നല്ല അപ്പുറത്തൂടെ നല്ല റോഡ് ഉണ്ടാവും. ഗൂഗിള് ചെറ്റാണ്. നല്ല റോഡ്. ഇതാണ് നമ്മൾ
അന്വേഷിച്ച് വന്ന സാധനം. അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പം ഇതിൽ സംഭവിച്ച പോലെ ഭയങ്കര വിറ്റായിരുന്നു. നമ്മളിങ്ങനെ പോവുക, അവിടെ എത്തുമ്പോൾ സാധനം കാണുമ്പോൾ അയ്യ ഇതാകത്തറ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ വരും. കാരണം അതൊരു ടോംബാണെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിയില്ല. ഞങ്ങൾ വേറെ ഏതോ വഴി കൂടെ ഞങ്ങൾ ചുറ്റിച്ച് വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ പെട്ട് ഈ അറബിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിട്ട് അറബിക്കൊന്നും മനസ്സിലാവുന്നില്ല, തിരിച്ചിങ്ങോട്ട് എനിക്ക് പറയാനും ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അവിടുന്ന് എങ്ങനെയൊക്കെയോ കണ്ട സാധനമാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോണത് ഒരു ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞിട്ട്, അടിപൊളി ഒരു ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൂഗിളിൽ കണ്ടു ഒരു വില്ലേജിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പിൽ ആ സാധനം ഇട്ടു. അപ്പോൾ ഇതുള്ളത് നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഭയങ്കര പൊലിപ്പിച്ച് എഴുതിക്കണോ അതിൽ. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ അടുത്ത് പോണ വഴിക്ക് തന്നെയാണ്, നമ്മൾ ഈ നിസ്വേ പോണ വഴിക്ക് തന്നെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പം എന്നാൽ അത് കണ്ടിട്ട് പോവാ പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് വെച്ച് പോവാണ്. നല്ല അടിപൊളി റൂട്ടാണ്. ഒമാനത്തെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ. ഫുള്ള് 2 സൈഡും മലകളും ഇതൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഹജർ മൗണ്ടൻസിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുക. പോയി നമ്മളിങ്ങനെ മല കയറി, ഇത് ഒരു മല കയറി ചുരം കയറി ഇങ്ങനെ പോണ പോലെ മല കയറി ഇങ്ങനെ പോവുക. സൺസെറ്റ് സമയം ഏകദേശം ഒരു ഗോൾഡൻ അവർ ടൈമായിരുന്നു ആ സമയം. അപ്പം മലകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. അപ്പോൾ റോഡും അടിപൊളി. ഇങ്ങനെ മല കയറി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ കയറി ലാസ്റ്റ് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ അവിടെ ഒരു ബോർഡ്, ഞങ്ങോട്ട് റോഡില്ലാന്ന്. അതായത് മലേൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാണ് കേട്ടോ ഈ ബോർഡ് കാണുന്നത്. അപ്പുറത്തേക്ക് റോഡില്ല അത്രേ. ഞങ്ങളുടെ കിഡിലൻ വീഡിയോസ് കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൈ കൊണ്ടാണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയല്ല. ഷെയർ